ദശാംശത്തിന് ഇവിടെ ഇരിക്കുന്ന ആരും എതിരല്ല. അതിൻ്റെ കൊടുക്ക വാങ്ങലിനെതിരായിട്ട് ശ്രീ റസൽ സാറോ അതല്ലെങ്കിൽ വർഗീസ് ചാക്കോച്ചാനോ നിലപാടെടുക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷെങ്കിൽ അത് ഉപദേശമാണോ എന്നാണ് ചോദ്യമെങ്കിൽ അത് ഉപദേശമല്ല. ക്രൈസ്തവ സഭ ഒരു കാര്യം ഉപദേശമാക്കണം എന്നുണ്ടെങ്കിൽ അത് ഫണ്ടമെൻ്റൽ പെന്തക്കോസ്റ്റൽ ചർച്ചുകൾ സ്വീകരിച്ചു വരുന്ന ഒരു കീഴ്വഴക്കം യേശുക്രിസ്തു പഠിപ്പിച്ചത്, ഈ ശിഷ്യന്മാർ അത് വീണ്ടും ആവർത്തിച്ചത് സഭ ചെയ്യാൻ വേണ്ടി ഈ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് CC വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ദശാംശം എന്നുള്ളത്. അതേക്കുറിച്ച് സംസാരിക്കാനായിട്ട് രണ്ട് പ്രമുഖരായ വ്യക്തികൾ എന്നോടുകൂടി ഉണ്ട്. ഒന്ന് പാസ്റ്റർ അനിൽ കുടിത്തോട്ടം, ഒരു താർക്കികനാണ്, വേദാധ്യാപകനാണ്, സുവിശേഷ പ്രഭാഷകനാണ്. അതിലുപരി സെക്കുലർ ഫീൽഡിലെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ് അദ്ദേഹവും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അത് ബഹുമാന്യനായ വർഗീസ് ചാക്കോച്ചാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ കൗൺസിൽ അംഗമാണ് അദ്ദേഹം. ക്രൈസ്തവ ചിന്തയിൽ നിരന്തരം ലേഖനങ്ങൾ എഴുതാറുണ്ട്. നല്ല എഴുത്തുകാരൻ കൂടിയാണ്. ചാരിറ്റി രംഗത്തൊക്കെ അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവർ രണ്ടുപേരുമാണ് ഇന്ന് നമ്മോട് ഈ വിഷയത്തെ അധികരിച്ച് സംസാരിക്കാനോട് എത്തിച്ചേർന്നിട്ടുള്ളത്. എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത് ശ്രീ അനിൽ കുടിത്തോട്ടത്തോടാണ്. അന്ന് ഈ ദശാംശത്തെ കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്ന ആ ഒരു രീതിയിലുള്ള ഒരു വിശ്വാസവും ആ ഒരു രീതിയുമാണോ നമ്മൾ പുതിയ നിയമത്തിൽ ദശാംശത്തെ കുറിച്ച് എടുക്കുകയും ചെയ്യേണ്ടത്? ഒരു വലിയ വിഷയമായതുകൊണ്ടാണ് നമ്മുടെ സമയപരിമിതിക്ക് തുള്ളുന്നതുകൊണ്ട് ഒരു വിശദീകരണം താങ്കൾ നിന്ന് പ്രതീക്ഷിക്കുക. പറയാം. ആദ്യം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹ പാനലിസ്റ്റ് പ്രിയ വർഗീസ് ചാക്കോച്ചായനും ആങ്കർ ശ്രീ KN റസലിനും എൻ്റെ ഹൃദയംഗമായ നന്ദി. ഈ ഒരു വിഷയം ഈ കാലഘട്ടത്തിൽ മാത്രമല്ല ഏതൊരളവിലും ക്രൈസ്തവ സഭയ്ക്ക് മുമ്പിൽ ഒരു വേണ്ടത്ര ക്ലാരിഫൈ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള ഒരു വിഷയമാണ്. സോഷ്യൽ മീഡിയ കാലത്ത് ഇതിന് ഒരു വ്യക്തത വിശ്വാസികൾക്കെങ്കിലും ഉണ്ടാകണം എന്നതുകൊണ്ട് പറയട്ടെ. ദശാംശത്തിന് ഇവിടെ ഇരിക്കുന്ന ആരും എതിരല്ല. അതിൻ്റെ കൊടുക്ക വാങ്ങലിനെതിരായിട്ട് ശ്രീ റസൽ സാറോ അതല്ലെങ്കിൽ വർഗീസ് ചാക്കോച്ചാനോ നിലപാടെടുക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷെങ്കിൽ അത് ഉപദേശമാണോ എന്നാണ് ചോദ്യമെങ്കിൽ അത് ഉപദേശമല്ല. ക്രൈസ്തവ സഭ ഒരു കാര്യം ഉപദേശമാക്കണം എന്നുണ്ടെങ്കിൽ അത് ഫണ്ടമെൻ്റൽ പെന്തക്കോസ്റ്റൽ ചർച്ചുകൾ സ്വീകരിച്ചു വരുന്ന ഒരു കീഴ്വഴക്കം യേശുക്രിസ്തു പഠിപ്പിച്ചത്, ഈ ശിഷ്യന്മാർ അത് വീണ്ടും ആവർത്തിച്ചത് സഭ ചെയ്യാൻ വേണ്ടി ഈ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് സ്ഥാപിക്കപ്പെട്ടത്. ഇതിനെയാണ് ഉപദേശം എന്ന രൂപേണ പറയാൻ പറ്റുന്നത്. അപ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ പിന്നെ നമ്മൾ വ്യക്തത വരുന്നില്ല എങ്കിൽ നോക്കേണ്ടത് സഭാചരിത്രത്തിലെ ഏതെങ്കിലും സുന്നഹദോസുകളിലാണ്. അവിടെ ഇങ്ങനെ ഒരു തർക്കം ദശാംശത്തെപ്പറ്റി ഉണ്ടാവുകയോ അതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ ചെയ്യുന്ന ഒരു ചരിത്രം കാണുന്നതുമില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ നന്മ പ്രവൃത്തി ചെയ്യരുതെന്നോ നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗം സുവിശേഷ വേലയ്ക്കോ സഭയുടെ വളർച്ചയ്ക്കോ കൊടുക്കുന്നതിന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങളോടെ അത് വിലക്കുകയോ ചെയ്യണമെന്നുമല്ല. പക്ഷെ ഉപദേശമാണോ ഇത് എന്ന് ചോദിച്ചാൽ അത് പുതിയ നിയമസഭയുടെ ഉപദേശം അല്ല എന്ന് തന്നെയാണ് ഉത്തരം. അല്ല, അങ്ങനെ ദശാംശം കൊടുക്കണമെന്ന് ഒരു നിഷ്കർഷ പുതിയ നിയമത്തിൽ ഉണ്ടെങ്കിൽ അത് ഈ പണം കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമാണ്. പഴയ നിയമത്തിലുള്ള എല്ലാ നിയമങ്ങളും പുതിയ നിയമ ക്രിസ്ത്യാനികളായി നാം പാലിക്കാൻ ബാധ്യസ്ഥരല്ലേ? ഇത് ഗഹനമായ ചോദ്യമാണ്. പഴയ നിയമത്തെ ഒരുതരം അവസരവാദപരമായി സമീപിക്കുന്ന രീതി ശരിയല്ല. നമ്മൾ ചില വിഷയങ്ങൾ, ഉദാഹരണം, നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. ആ തങ്കത്തിനൊരു വ്യാഖ്യാനം പറയുക, അത് അക്ഷരാർത്ഥത്തിലെ തങ്കമല്ല. അതുമല്ലെങ്കിൽ മണവാളനപ്പുറത്ത് വീരനായുള്ളവയെ നിന്റെ വാളരക്കി കിട്ടുക, ആ വാള് വേറെന്തോന്നാണ്, അലിഗറി എന്നാണ് ആ സങ്കേതത്തിന് പറയുന്നത്. അത് കാവ്യ പുസ്തകങ്ങളെ അങ്ങനെ സമീപിക്കുന്നൊരു തെറ്റുമല്ല. ലിറ്ററൽ മീനിങ് വരണം എന്നില്ല. പല വിഷയങ്ങൾ, ഇപ്പോൾ ഫറവോ എടുത്താൽ അത് ലിറ്ററൽ ഒരു എനിമിയല്ല, അത് സിംബോളിക്കാണ്. ഇങ്ങനെയാണ് നമ്മൾ പ്രസംഗിക്കുക.
പക്ഷേ ഈ ഒരു ചില വിഷയങ്ങൾ നമ്മൾ അക്ഷരാർത്ഥം എടുത്തിട്ട് അങ്ങനെ തന്നെ വേണം എന്ന് വാദിക്കുകയും ചെയ്യുന്ന ഒരു വ്യാഖ്യാന സമീപനമുണ്ട്. അതിനെ അധികം വിശദീകരിച്ച് പറയാതെ സംക്ഷേപിച്ചാൽ, പഴയ നിയമത്തിൽ ആരാണ് ഈ ദശാംശം വാങ്ങിയത്? ഒന്ന് മൽക്കീസദേക്കാണ്. ഈ മൽക്കീസദേക്ക് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു പെട്ടെന്ന് പിടിതരാത്ത ഒരു ക്യാരക്ടറാണ്, ഡിഫൈൻ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. അത് ഒരു അവ്യക്തതയുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ എക്സിസ്റ്റൻസിൽ തന്നെ ഒരു അവ്യക്തതയുണ്ട്. അബ്രഹാമിൽ നിന്ന് ദശാംശം വാങ്ങി. അത് തന്നെയല്ല, അത് ന്യായപ്രമാണമല്ല, അതിൻ്റെ കീഴിലല്ല അബ്രഹാം വരുന്നത്. ഇനി ന്യായപ്രമാണ കാലഘട്ടം തുടങ്ങുമ്പോൾ ദശാംശമുണ്ട്, അത് ലേവിയാണ് വാങ്ങുന്നത്. അപ്പോൾ ഈ ലേവി ഇന്നുണ്ടെങ്കിൽ ലേവിക്ക് ഇന്ന് വാങ്ങാം എന്ന് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇന്ന് ലേവി ഇല്ല. കാരണം ലേവിക്ക് സ്വന്തമായിട്ട് വീടുണ്ടാകല്, കുടുംബം, ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ആകാം, അവന് നിലം സ്വന്തം ഉണ്ടാകരുത്, വസ്തുവകകളോ ഒന്നും ഉണ്ടാകരുത്. അത് കൃത്യമായിട്ട് പറയുന്നത് എങ്ങനെയാണ്? നീ കൈവശമാക്കുന്ന ദേശം നിനക്ക് സ്വന്തമായി കഴിയുമ്പോൾ അവിടെ ലേവിക്ക് അവകാശങ്ങളൊന്നും കൊടുക്കരുത്. അത് നിരാശയുടെ വാക്കല്ല, നിന്റെ ദൈവമായ യഹോവ അവൻ്റെ അവകാശമാണ്. പിന്നെ ആടുമാടുകളുടെ പിറപ്പോ ഇത് കിട്ടുന്ന നന്മയിലല്ല, ഏറ്റവും നല്ലത് ലേവിക്ക് കൊടുക്കുകയും വേണം. അപ്പോൾ ഈ ദശാംശം ഇന്ന് ശടിച്ചാൽ അത് ആർക്ക് കൊടുക്കണമെന്ന് ചോദിച്ചാൽ, ഒരു ലേവിയെ കാണിച്ചു തരണം എന്ന് വിശ്വാസി ആവശ്യപ്പെട്ടാൽ അത് കാണിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ലേവ്യ പൗരോഹിത്യം ഇല്ലാത്തിടത്തോളം ആ ദശാംശം എന്നുള്ളത് ഒരു ഉപദേശം എന്ന നിലയിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. ചർച്ച് ഡിസിപ്ലിനായിട്ട് പറയാം. ഇപ്പോഴത്തെ പാസ്റ്റർമാരെ ലേവി കണക്കിൽപ്പെടുത്താൻ ഒക്കുമോ? ഇന്ന് വേറൊരു കാര്യം കൂടെ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് പൗരോഹിത്യം ഇല്ല. ആ വാദം തെറ്റാണ്. പൗരോഹിത്യം ഉണ്ട്. ആ പൗരോഹിത്യം ഞാനും നിങ്ങളും എല്ലാം പുരോഹിതന്മാരാണ്. ഒരു പ്രത്യേക ജനുസിനെ ഇന്ന് പൗരോഹിത്യത്തിൻ്റെ ഭാഗമാക്കി ദൈവം വെച്ചിട്ടില്ല. വിശ്വാസികളുടെ രാജകീയ പൗരോഹിത്യമാണ് പുതിയ നിയമസഭയുടെ ഡോക്ടറിൻ. അങ്ങനെ വരുമ്പോൾ എല്ലാ വിശ്വാസികളും രാജകീയ പുരോഹിത വർഗമാണ്. എല്ലാവർക്കും അതിന് അർഹത ഉണ്ടെന്ന് പറയണം. അപ്പോൾ അത് ആരാർക്ക് കൊടുക്കും എന്നുള്ള അടുത്ത ചോദ്യം. നമ്മളെല്ലാം രാജകീയ പുരോഹിത വർഗ്ഗമാണ്. അതെ. അപ്പോൾ ദശാംശം കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അതെ. ദശാംശം കൊടുക്കണമെന്ന് നിർബന്ധമായിട്ട് പഴയ നിയമത്തിലെ ഉപദേശത്തെ പുതിയ നിയമത്തിൽ കൊണ്ട് സ്ഥാപിക്കുന്നത് അത് ശരിയെന്ന് വെച്ചാൽ, പഴയ നിയമത്തിലെ ഏതൊക്കെ ഉപദേശങ്ങൾ നമുക്ക് അനുകരിക്കാം? 8-ാം നാൾ നമ്മൾ പരിശോധന കേൾക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ സങ്കീർത്തന പുസ്തകം പലതും വായിച്ചാലും ദുഷ്ടനെ കൊല്ലുക, പകരത്തിന് പകരം ചെയ്യുക, അത് എത്രയോ സങ്കീർത്തനങ്ങളുണ്ട്. എല്ലാം ശാപത്തിന്റെ വാക്കുകൾ. അതൊക്കെ നമുക്ക് അനുകരിക്കാൻ പറ്റിയതാണ്. നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കാനല്ലേ പുതിയ നിയമം പഠിപ്പിക്കുന്നത്. അപ്പൊ പഴയ നിയമത്തിലെ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ ഇപ്പോൾ അനുഷ്ഠിക്കാം? അതായത് ഈ പഴയ നിയമത്തിൻ്റെ ഭൂമിക ഒരു രാഷ്ട്രസങ്കല്പത്തിൻ്റെ കൂടിയാണ്. ഒരു രാഷ്ട്രമുണ്ടെന്നുള്ളത്. ഈ രാഷ്ട്രത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി വാർ അനുവദനീയമാണ്. ഇപ്പം ഞാൻ ഒരു സൈനികനാണെങ്കിൽ എനിക്ക് കാർഗിൽ യുദ്ധം ചെയ്തേ പറ്റൂ. അത് എൻ്റെ പേരിലല്ല, ഓൺ ബിഹാഫ് ഓഫ് ദ കൺട്രിയാണ്, രാജ്യത്തിന് വേണ്ടി. അപ്പോൾ എന്നതുപോലെ ഈ കൊല്ലുക, ആക്രമിക്കുക, ഇതെല്ലാം പറയുന്നത് രാജാവിനോടാണ്, അല്ലെങ്കിൽ ലേമനസിനോടല്ല. ലേമനസ് ഇത് ഒരിക്കലും നിയമം കയ്യിലെടുക്കാൻ ഇന്നും പറ്റില്ല, അന്നും പറ്റില്ല, ഒരു രാജ്യത്തും പറ്റില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ ഒരു രാജ്യമില്ല. നമ്മൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തിലെ നിയമത്തിന് വിധേയരാണ്. അപ്പോൾ നമുക്ക് വാറില്ല. അങ്ങനെ നമുക്ക് മാറാൻ പറ്റിയത് യൂണിവേഴ്സലായ പുതിയ നിയമം എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴാണ്. അപ്പോൾ അവിടെ എവിടെയും ഈ ദശാംശം എന്നൊരു ഡോക്ടറിൻ യേശുവോ അപ്പോസ്തലന്മാരോ പഠിപ്പിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ നീതി ദശാംശം കൊടുക്കുന്ന ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിബോധത്തിൽ കവിഞ്ഞു വരണം. അത് സമഗ്രതയിലാണ് പറയുന്നത്. പരീക്ഷ ബോധത്തോടെ ആകരുത്. നിങ്ങൾ നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഇതിൽ ചില ആളുകൾ ഒരുപക്ഷെ ചിന്തിക്കാനിടയുണ്ട്, നന്മയ്ക്കും കൂട്ടായ്മയ്ക്കും ഒക്കെ എതിരാണ്. ഒരു കാര്യം തുറന്നു പറയുന്നതിൽ തെറ്റിദ്ധരിക്കല്ലേ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സൗകര്യങ്ങളിൽ തന്നെ നല്ല നിലയിൽ മിനിസ്ട്രിയെ സഹായിക്കുന്നവരും മറ്റ് സാമൂഹ്യ സേവന രംഗത്ത് യാതൊരു പബ്ലിസിറ്റിയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അത് ഒരു പേരൊന്നും അവർക്ക് ആവശ്യമില്ല. ഇതുപോലും പറയുന്നതിൽ താല്പര്യമില്ലാത്ത വിധത്തിൽ വളരെ ഗോപ്യമായി നന്മ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഈ ചർച്ചയിൽ എൻ്റെ കൂടെയുള്ള പാനലിസ്റ്റുകൾ. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ആർക്കും വേണ്ട. മറിച്ച് ഈ പർട്ടിക്കുലർ സബ്ജക്റ്റ് എന്താണ് ഇങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആശങ്ക, അതിനൊരു ഉത്തരം തേടുകയാണ്. അതിനെ ഇങ്ങനെ സംക്ഷേപിക്കാം. പഴയ നിയമത്തിൽ പറയുന്ന ഈ കാര്യത്തെ അക്ഷരാർത്ഥം എടുത്താൽ അതും അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടി വരും. ഇതിന് മാത്രമായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ നൽകാനായിട്ട് കഴിയില്ല. അത് ഏതുതരം നമ്മൾ പരിച്ഛേദന കേൾക്കണം, അതുപോലെ തന്നെ യാഗങ്ങൾ അർപ്പിക്കണം. നമ്മള് പൗരോഹിത്യം മാറിപ്പോയിട്ടില്ല എന്നാണ് ദശാംശം പുതിയ നിയമസഭയിൽ ഉണ്ടെന്ന് പഠിപ്പിക്കുന്നവരുടെ വിശ്വാസം. പൗരോഹിത്യം മാറിയിട്ടില്ല. അങ്ങനെ പൗരോഹിത്യ വേഷവിധാനങ്ങൾ ധരിക്കണം. നമ്മൾ പള്ളി, നമ്മുടെ ഹോളുകൾ പോലും പൗരോഹിത്യത്തിന്റെ രീതിയിലുള്ള മദ്ബഹകളും പഴയ നിയമ ആരാധനയുടെ സംവിധാനങ്ങൾ രൂപപ്പെടുത്തണം. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? അല്ല, കർത്താവ് പറഞ്ഞു
ഞാൻ ഇത് ന്യായപ്രമാണം നിവർത്തിക്കാൻ വന്നു അല്ലേ? കർത്താവിന്റെ ക്രൂശുമരണത്തോടെ ഇതെല്ലാം നിവർത്തിക്കപ്പെട്ടു. അതെ, നീക്കപ്പെടുവാനല്ല, നിവർത്തിക്കപ്പെട്ടു. അതെ, അതെ. അത് ഓൾറെഡി ക്രൂശുമരണത്തോടു കൂടി ഇതെല്ലാം നിവർത്തിച്ചെങ്കിൽ പിന്നെ ഈ പഴയ നിയമത്തിൽ പിടിച്ചുകൊണ്ട് തന്നെ ആൾക്കാർ തൂങ്ങുന്നേ. അതിന്റെ നമുക്കൊരു പുതിയ നിയമം ഉണ്ടല്ലോ. അതെ, അതെ. പഴയ നിയമത്തിൽ നമുക്ക് ശത്രുവിനെ കൊല്ലാമല്ലോ. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ ശത്രുവിനെ സ്നേഹിക്കാനല്ലേ പഠിപ്പിച്ചിരിക്കുന്നത്? പുതിയ നിയമത്തിൽ അല്ല, പഴയ നിയമത്തിൽ ഒരു ശത്രുവിനെ വേണമെങ്കിൽ കൊല്ലാനായിട്ടുള്ള നിശബ്ദ അനുവാദം ദൈവം നമുക്ക് തരുന്നുണ്ട്. യഹൂദൻ ദൈവത്തിന് വേണ്ടി കൊലപാതകം നടത്തുന്നുണ്ട്, യഹൂദന് വേണ്ടി ദൈവം കൊലപാതകം നടത്തുന്നുണ്ട്. ശത്രുവിനെ നിഗ്രഹിക്കുക, ഭാര്യമാർ എത്ര വേണേലും ആകാം തുടങ്ങിയ ഒരുമാതിരി ചടങ്ങുകളുള്ള ഒരു യഹൂദ മതമാണ് പഴയ നിയമകാലത്ത് കാണുവാനും കഴിയുന്നത്. അത് മാറ്റി കർത്താവ് ഒരു പുതിയ നിയമം സ്ഥാപിക്കുകയാണ്. സഹോദരൻ നിസാര എന്ന് പറഞ്ഞാൽ പോലും പ്രശ്നമാണ്. അതെ അതെ അതെ. ഞാൻ മനസ്സിലാക്കിയതും, സാറൊരു വലിയ ബൈബിൾ സ്കോളറാണ്, ഞാൻ മനസ്സിലാക്കി വെച്ചേക്കുന്നത് 10 കൽപ്പനകൾ പോലും നമ്മൾ പുതിയ നിയമ വിശ്വാസികൾ അനുസരിക്കേണ്ട ആവശ്യമില്ല. കാരണം ന്യായപ്രമാണത്തിൻ്റെ ഭാഗമായ 10 കൽപ്പനകൾ. കാരണം അതിൽ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക എന്ന ഒരു കൽപ്പന ഒഴിച്ച് ബാക്കി എല്ലാ കൽപ്പനകളും പഴയ നിയമത്തിൽ പറഞ്ഞതിനേക്കാൾ സീരിയസ് ആയിട്ട് അതിൻ്റെ ഗ്രാവിറ്റി കൂടി പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. 9 കൽപ്പനകളും പറഞ്ഞിട്ടുണ്ട്. ശബത്ത് നാളിൻ്റെ കാര്യം മാത്രമേ പറയാതിരുന്നിട്ടുള്ളൂ. മറ്റേത് വ്യഭിചാരം ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു, ഒരു ഫിസിക്കലായിട്ടൊരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ കർത്താവ് എന്തോ പറയുന്നത്? സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വിചാരം ചെയ്യുന്നു. അപ്പോൾ എന്തുമാത്രം ഗ്രാവിറ്റി കൂട്ടിയാ പറയുന്നത്? മോഷ്ടിക്കരുതെന്ന് പഴയ നിയമത്തിൽ പറയുന്നുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ പറയുന്നത് എന്തുവാ? മോഷ്ടാവ് മോഷ്ടിക്കരുതെന്ന് മാത്രമല്ല, അവൻ അധ്വാനിച്ച് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗ്രാവിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ പഴയ നിയമം മിക്ക ഭാഷന്മാരും പ്രസംഗിക്കുന്നത് ഈ സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ തുടർന്ന് ദാവീദ്, എലിയാവ്, ഗോലിയാത്ത് ഇങ്ങനെ അങ്ങ് പോവുക. പുതിയ നിയമത്തിൽ 100 കണക്കിന് പ്രസംഗങ്ങൾ കിടക്കുക. അതെന്താ? അതിനെക്കുറിച്ച് ഭാഷയുടെ അഭിപ്രായം എന്തുവാ? അതും പറയാം. ആദ്യം ഈ പൗലോസ് പറയുന്നത് ന്യായപ്രമാണം എന്ന ശത്രുത്വം, ഈ ലോ 613 എണ്ണമാണ്. 10 കൽപ്പന കൂട്ടി 613 ലോസ് ഉണ്ട്. അതിൽ 365 എണ്ണം അരുത് 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 അരുത്, 248 എണ്ണം യു ഹാവ് ടു ഡു, നിങ്ങൾ ചെയ്യണം. ഇതാണ് ന്യായപ്രമാണം. ഈ ന്യായപ്രമാണത്തിൽ സിവിൽ, ക്രിമിനൽ, തോട്ട്സ്, അഗ്രികൾച്ചർ, ഫാമിലി, ഇങ്ങനെ വിശാല നിയമങ്ങളാണ് ധാരാളമായിട്ടുള്ളത്. യേശുക്രിസ്തുവിൻ്റെ കാലം വരുമ്പോഴേക്ക് ഇപ്പോൾ അച്ചായൻ പറഞ്ഞ പോലെ ഇതിനേക്കാൾ 10 മടങ്ങ് ഗ്രാവിറ്റി ഉള്ള ഒരു ആർക്കും മാറ്റേണ്ടതില്ലാത്ത ഒരു നിയമസംഹിത, സ്നേഹത്തിൻ്റെ നിയമസംഹിത കൊണ്ട് ഇതിനെ കവർ ചെയ്തു. അപ്പം ന്യായപ്രമാണം ശത്രുവാകുന്നത് എങ്ങനെയാണെന്ന് പറയാം. നമുക്കെല്ലാം ശത്രുവാകുന്നത് ഒരു മനുഷ്യൻ വഴിയിൽ നിൽക്കുക, വെയിറ്റ് ഷെഡിൻ്റെ അവിടെ, അയാളെ ആക്രമിക്കാൻ കുറേ ഗുണ്ടകൾ വരിക. അപ്പോൾ പോലീസ് വണ്ടി വരുമ്പം അയാൾക്ക് പോലീസ് മിത്രവും ഗുണ്ടകൾക്ക് ശത്രുവാണ്. അപ്പം നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലാത്തയിടത്ത് നമുക്ക് ന്യായപ്രമാണം ശത്രുവായത് നമ്മുടെ പ്രവൃത്തിയാണ്. എനിക്ക് പേടി, ന്യായപ്രമാണം വരുന്നു, ഈ ഭയമാണ്. നീതിമാൻ അല്ലാത്ത നമുക്ക് ശിക്ഷ വരുമെന്ന് ഉറപ്പായപ്പോൾ എന്നോടുള്ള കാരുണ്യം കൊണ്ട് കണ്ടു നിന്ന ഒരാൾ ചോദിക്കുക, എന്തായുടെ പ്രശ്നം സാർ? അത് ഇന്ന പ്രശ്നമുണ്ട്. ശരി, ഞാൻ ഏറ്റെടുത്തു, ഞാൻ അയാൾക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യാം. ഇതാ പുതിയ നിയമം. എന്നിട്ട് ന്യായപ്രമാണം ചോദിച്ചതെന്തോ അതങ്ങ് കൊടുത്തു ചോദിച്ചു പോക്കാട്ടെ. അപ്പോൾ അധികാരമുള്ളവൻ പറഞ്ഞപ്പോൾ ഞാൻ സ്വതന്ത്രനായി. ഇതാണ് അക്കംപ്ലിഷ് ചെയ്യുകയാണ് ന്യായപ്രമാണം പൂർത്തീകരിക്കാതെ. ഞാനത് പറഞ്ഞു, ഇത് പൂർത്തീകരിച്ചു എന്നുള്ളൊരു സത്യത്തിൽ നിന്ന് വേണം നമ്മൾ വചനം ധ്യാനിക്കാൻ. ഈ സൺഡേ സ്കൂൾ പഠിക്കുന്ന പോലെ തുടങ്ങണം. അത് ഉൽപ്പത്തി എന്നല്ല നമ്മുടെ പഠനം തുടങ്ങണ്ടേ. ഈ ഗ്രാമർ പഠിക്കുമ്പോൾ വെർബിൽ നിന്നാണ് തുടങ്ങണ്ടേ. വെർബ് വിട്ടിട്ട് നമ്മൾ നൗണി എന്നാണ് തുടങ്ങുന്നത്. മലയാളികളുടെ അങ്ങനെ ഒരു ചിന്തയാണ്. ഇതേപോലെ ശരിയല്ലേ? വെർബിനാണ് ഒരു ആക്ഷനുള്ളത്, ക്രിയേറ്റിവിറ്റി അവിടെ നിന്നാണ്. മറ്റേത് ഒരു സ്ഥായിഭാവമുള്ള കാര്യമാണ്. പേന, പെൻസിൽ, പേപ്പർ എന്നൊക്കെ പറയുമ്പോൾ എഴുതി എന്ന് പറയുമ്പോഴേ ക്രിയേറ്റിവിറ്റി ഉള്ളൂ. എന്നതുപോലെ നമ്മൾ തുടങ്ങേണ്ടത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ തുടങ്ങി അബ്രഹാമിനെ നോക്കുക നമ്മളിങ്ങനെ. അന്നേരം പറഞ്ഞുതരാം, എൻ്റെ ഫോർഫാദറാണ്. ഹായ്, കൊള്ളാം, ഇതാണ് എനിക്ക് ന്യായപ്രമാണത്തോടുള്ള ബന്ധം. അപ്പോൾ വെട്ടി ഇണച്ചു എന്നെ ഇങ്ങോട്ട്. അല്ല, ഞാൻ ന്യായപ്രമാണത്തിന് കീഴിലല്ല. ആ ജൂറിസ്ഡിക്ഷൻ എൻ്റെ മീതെ ഇല്ല. ഒരു ജൂറിസ്ഡിക്ഷനും ന്യായപ്രമാണത്തിൻ്റെ ഇല്ല. കാരണം കാരുണ്യം കൊണ്ട് എന്നെ ഒരാൾ ന്യായപ്രമാണത്തിന് രക്ഷിച്ചു നിർത്തി. കൃപയാണ് മാനദണ്ഡം. ശിക്ഷിക്കപ്പെടേണ്ടവനെ രാഷ്ട്രപതിയും നിയമവും ഒക്കെ ചേർന്ന് ഫ്രീ ആക്കി വിട്ട അനുഭവത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് ന്യൂ ടെസ്റ്റമെന്റ്. അങ്ങനെയല്ലേ അത്? തന്നെയല്ല, ഈ
പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോഴ് ഈ സുവിശേഷ പ്രവർത്തകർക്ക് പാസ്റ്റർമാർക്കും ഓഹരി അല്ല എങ്കിൽ നമ്മുടെ നന്മയുടെ ഒരു വിഹിതം കൊടുക്കണം. അത് ചിലപ്പം 10% എന്നുള്ളതിൽ കൂടുതൽ കൊടുക്കുന്ന എത്ര ആളുകളുണ്ട്, എത്ര ആളുകളുണ്ട്. ഇപ്പൊ നിരവധി ആളുകൾ 90% വരെ കൊടുക്കുന്ന കേരളത്തിലുള്ളവരെ നമുക്കറിയാം. ഇപ്പൊ ഒരു നമ്മൾ പറയുമ്പോ അത് തെറ്റിദ്ധാരണയിൽ ജനങ്ങൾ എടുക്കരുത്. ഇപ്പൊ ജോണിച്ചാൻ തന്നെ എത്രയോ ആളുകൾക്ക് സൗജന്യമായിട്ട് ഭൂമി എഴുതി കൊടുത്തു, 5 സെന്റ് വീട് വെക്കാനായിട്ട്. ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ ഇഷ്ടമാനമായിട്ട് 2 വീടുകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാം ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ചാരിറ്റി രംഗത്തായാലും സുവിശേഷകന്മാരെ സഹായിക്കുന്ന കാര്യങ്ങളായാലും വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. ഇവർക്ക് ന്യായപ്രമാണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ നിയമം എഴുതി ഉണ്ടാക്കിയിട്ടോ ദശാംശം കൊടുത്തില്ല നിന്നെ പള്ളി കയറ്റുമെന്ന് പറഞ്ഞിട്ടല്ല. ആ ദൈവസ്നേഹത്തിന്റെ പുറത്താണ് ചെയ്യുന്നത്. കർത്താവിനോടുള്ള സ്നേഹം, ആർദ്രതയും മനസ്സലിവും കരുണയുള്ള ദൈവമക്കളായ വിശ്വാസികൾ സുവിശേഷകന്മാരെ ആവോളം സഹായിക്കുന്നുണ്ട്, ഇന്ന് സഹായിക്കുന്നുണ്ട്. സുവിശേഷകന്മാർ ഇന്ന് അനുഭവിക്കുന്ന സകല സുഖ സൗകര്യങ്ങളുടെ ഒരു വിഹിതമെങ്കിലും ദൈവമക്കൾ പണിയെടുത്ത് കൊടുത്തതാണ്. അത് എപ്പോഴും ആ ചിന്ത നമുക്കുണ്ടാകണം. അവരോട് ഫീസ് വെച്ച് നീ ഇത്ര തരണം എന്ന് പറഞ്ഞ് അവരുടെ കണക്ക് പറഞ്ഞ് വാങ്ങിക്കുന്ന ഒരു പ്രവണത, അതിനുവേണ്ടി അവരെ ആഹ്വാനം ചെയ്യിക്കുന്ന ഒരു രീതി, ഒരു അധികാരം ഉപയോഗിച്ച് അത് ചെയ്യണമെന്ന് പറയാനുള്ള ചില നേതാക്കന്മാരുടെ ഗുൽസിത തന്ത്രം അത് പുതിയ നിയമസഭയിൽ അത്രമാത്രം ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം തന്നെ കൊടുക്കുന്നുണ്ടല്ലോ. ഈയിടെ ഒരു പ്രസംഗം കേട്ടതിൽ നിന്നാണ് ഈ ചർച്ച ഇപ്പോൾ ഉള്ളെടുത്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയാൽ ഫീസ് കൊടുക്കണം. നിങ്ങൾ ഒരു ഓഫീസിൽ പോയി ഒരു കാര്യം സാധിക്കണമെങ്കിൽ അവിടെ അതിൻ്റെ ചാർജ് കൊടുക്കണം, ഫീസ് കൊടുക്കണം, എല്ലായിടത്തും ഫീസ് കൊടുക്കണം. പിന്നെ പ്രസംഗകർക്ക് അല്ലെങ്കിൽ സുവിശേഷകന്മാർക്ക് ഫീസ് നിശ്ചയിക്കുന്നതിനകത്ത് എന്താ തെറ്റെന്ന്? അത് ഇവിടുത്തെ ഉപദേശമാണ്. ആ ഒരു ഉപദേശമാണോ നിലവിലുള്ളത് ഇപ്പം? അതെ, എന്താ ഒരു ശരിയും തെറ്റും പറയാം. ഈ ആളുകൾ സെലിബ്രിറ്റികളാകുമ്പോഴേക്ക്, സെലിബ്രിറ്റികൾ നമുക്കിടയിലുണ്ട്, സെലിബ്രിറ്റികളെന്ന് തന്നെ അപ്പോൾ അതേ പറ്റുന്നുള്ളൂ. അപ്പോൾ അവരുടെ ഡിമാൻഡ് കൂടും. സെലിബ്രിറ്റിക്ക് ഡിമാൻഡ് അയാൾ പറയുന്ന തെറ്റല്ല. ഞാനത് ഈ ഇടയ്ക്കൊരു പ്രസംഗത്തിൽ പറഞ്ഞു. ഒരാൾ പാടിയിട്ട് അയാൾ കോൾ ഷീറ്റ് പറയുക, എൻ്റെ പാട്ടിന് ഇത്ര, അയാളുടെ റൈറ്റാണ്. ഞാൻ സാധനപ്പെടുത്തണം ഇത്ര, അയാളുടെ റൈറ്റാണ്. പക്ഷെ അത് മിനിസ്ട്രി എന്ന് പറയരുത്, അയാളുടെ പ്രൊഫഷനാണ്. മൈ പ്രൊഫഷൻ. ഇല്ല, ഈ റേറ്റ് പുതിയ നിയമ ഉപദേശവുമായിട്ട് ചേർന്ന് പോകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചത് നിങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കാനല്ലേ പറയാം സാർ. അത് ഒരാളുടെ താലന്തിന്റെ വിനിയോഗം, അതിന് അയാൾ വിലപേശുന്നു എന്നതിനപ്പുറത്ത് ഇതൊരു മിനിസ്ട്രി. അതിപ്പോൾ ഞാൻ പാട്ടുകാരുടെ ഉള്ളു പറയുന്നത്, നിങ്ങളിതിനെ കരഞ്ഞ് പിന്നെ ഈ സാക്ഷി പറയുന്നത്, എനിക്ക് അവിടെ പോയപ്പോൾ ദൈവം ഈ പാട്ട് തന്നു, ഇത് ഫ്രീ ആയിട്ട് കൊടുക്കണം, ഇത് ഫ്രീ ആയിട്ട് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് എന്നോടും ചോദിക്കാൻ ഞാൻ ഇത് ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ടോ? അത് എൻ്റെ സമൂഹത്തോടാണ് ചോദിക്കേണ്ടത്. ഒരു കാര്യം പറയാം, കേരളത്തിലെ പാവപ്പെട്ട ഒരു മേഖലയിലും പ്രസംഗിച്ചിട്ട് ഞാൻ പൈസ വാങ്ങാറില്ല. അതെവിടെയും അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ട്, എൻ്റെ ചെലവിൽ ഞാൻ വന്ന് യോഗം നടത്തുന്നിടത്ത് പ്രസംഗിക്കാം. ഇന്ന് വരെ അത് പാലിച്ചു പോരുന്നുണ്ട്. അത് ഫ്രീ ആയിട്ട് ലഭിച്ചു, ഫ്രീ ആയിട്ട് കൊടുക്കാനല്ലേ ബാധ്യസ്ഥരായിട്ടിരിക്കുന്നത്. അല്ല, അപ്പൊ ഇതിന് പ്രാർത്ഥിക്കുന്നതിന് ഒരു ഫീസ് വേണം, അത് അവരുടെ റൈറ്റ് ആണ്. അത് നിങ്ങൾ മുട്ടിപ്പായിട്ട് എന്നിട്ട് പ്രത്യേകിച്ച് പിന്നെ അതിനകത്ത് എടുത്തു പറയുന്നുണ്ട്, പാസ്റ്റർമാർ സിക്കായിട്ട് കിടന്നാൽ നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അത് ഒക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആശുപത്രി ചെലവ് കൊടുക്കണം. അതെന്തോ അപ്പൊ പ്രാർത്ഥനയുടെ വിശ്വാസം ഇല്ലേ? അല്ല, പ്രാർത്ഥന തന്നെ പല മുട്ടിപ്പായിട്ടുള്ള പ്രാർത്ഥനയുണ്ട്, പണയം വെച്ചുള്ള പ്രാർത്ഥനയുണ്ട്, പിടിച്ചു വെച്ചുള്ള പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് തന്നെ കൊടുക്കുന്ന പണത്തിനനുസരിച്ചോ ഈ പ്രാർത്ഥിക്കുന്ന വിധേയപ്പെടുന്ന ആളിന്റെ രോഗത്തിന്റെ ശക്തി അനുസരിച്ചോ അവിടെ പണം അനുസരിച്ചോ പ്രാർത്ഥനയ്ക്ക് തന്നെ ശക്തി കൂടുതലും കുറവുണ്ട്. അതിന്റെ തോതിൽ വലിപ്പ വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്നാ പിന്നെ സമുദായക്കാർ ചെയ്യുന്ന പോലെ അതൊന്ന് പബ്ലിഷ് ചെയ്താൽ മതിയല്ലോ. കേൾക്കാനായിട്ട് ഇതിനെ പ്രതികരിക്കാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ ഇല്ലല്ലോ. ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ ഉൾപ്പെടെ ജോണിച്ചാനിന്റെ ആവശ്യമില്ല, ബിസിനസ്സുകാരനാണ് ജോണിച്ചാൻ. ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ, കൊച്ചിലെ ഞാൻ ഈ വിശ്വാസത്തിൽ തന്നെയാണ് ജനിക്കുന്നത്. അന്നു മുതലേ കണ്ടുവരുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഞങ്ങളുടെ വീട്ടിൽ CPM വിശ്വാസത്തിലായിരുന്നു ഞാൻ ജനിച്ചത്. അന്ന് സുവിശേഷകന്മാർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഉണ്ടതിൽ 1-ാം സ്ഥാനം അവർക്ക് കൊടുത്തിട്ടേ നമുക്ക് അമ്മ തരത്തുള്ളൂ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ആ ഒരു ബാല്യത്തിലാണ് ഞാൻ വളർന്നു വന്നത്. ശരിക്കും അത് അനുഭവിച്ചിട്ടുള്ള ആള് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പൈസ വന്നപ്പോൾ പരമാവധി കൊടുക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ആരും ചോദിച്ചിട്ട് നിയമിച്ചിട്ടൊന്നുമല്ല, അല്ല, അതിന് കണക്കുകളൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം വെച്ച് അടിച്ചേൽപ്പിച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നത്? അത് ഈ ഒരു പ്രസംഗത്തിൽ നിന്നാണ് വ്യക്തമായിട്ട് വന്നിരിക്കുന്നത്.
അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രൈസ് ലിസ്റ്റ് കൂടെ ആ പ്രാസംഗികൻ അടിക്കണം. അതെ. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നതിന് ഇത്ര, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഇത്ര, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നതിന് ഇത്ര, അങ്ങനെ ഓരോന്നിനും ഒരു പ്രൈസ് ലിസ്റ്റ് കൂടെ പ്രഖ്യാപിച്ചാൽ. ഫേസ്ബുക്കിൽ ഒന്ന് വരികയും ചെയ്തു, അന്നത് കണ്ടത് എനിക്കറിയാൻ വയ്യ. കല്യാണത്തിന് 10,000 വീട് കയറി താമസത്തിന് 5,000 കൊച്ചുങ്ങളെ പ്രതിഷ്ഠിക്കുന്നതിന് 1000 കാന്ന് പറഞ്ഞ രൂപ കേട്ടോ, റുപ്പിയുടെ. പിന്നെ വിദേശത്ത് പോകാൻ നേരത്ത് പ്രാർത്ഥിക്കുന്നതിന് 5,000. അങ്ങനെ ഒരുപാട് ഒരു നമ്മുടെ ചർച്ച മുഷിയായിരിക്കാനും പറ്റും. ഞാനൊരു കർഷകന്റെ മോനാണ്. സാറിന്റെ കാര്യം പറഞ്ഞത്, ഈ നമ്മുടെ നാട്ടിൽ കൂടെ ഒരാൾ തൂമ്പാക്കൈ കോടാലിക്കൈ അനൗൺസ് ചെയ്തു പോകും. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഏതാ തൂമ്പാക്കൈ എന്ന് ചോദിച്ചാൽ പുള്ളി 100 രൂപ വാങ്ങിയിട്ടൊരു കൈ തരും. കോടാലിക്കൈ ഇത് തന്നെ. അപ്പം നമ്മൾ ഇതിനെതിരെ വേണ്ടാത്ത മുറിച്ച് കളഞ്ഞാൽ മതി എന്ന് പറയും, വേണ്ടാത്രയും പാർട്സ് എന്ന് പറഞ്ഞാൽ ഈ സ്വരത്തേലാണ് ഈ പ്രാർത്ഥനയുടെ വ്യത്യാസം വരുത്തിയിട്ട് ഈ പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ, വിദേശത്ത് പോവുക. അപ്പോൾ ആ ടോൺ ഒന്ന് മാറ്റി പ്രാർത്ഥിക്കുക. ഓരോന്നിനും ഓരോ ടോണുണ്ട്. അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയാണോ? ആയിരിക്കാം. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ പ്രസംഗിച്ച വ്യക്തി അങ്ങനെ ആയിരിക്കും മീൻ ചെയ്തേക്കുന്നത്. ഈ വൈബ്രേഷൻ ഒക്കെ ഇട്ട് അതെ പ്രാർത്ഥിക്കുമ്പം പവർ കൂടും, വൈബ്രേഷൻ കൂടും. അതേസമയം ഒരുത്തൻ വിദേശത്ത് പോകുമ്പോൾ ചിലപ്പോൾ അത്രയും വന്നില്ല എന്ന് വരുമായിരിക്കും. അല്ലെ വീട്ടിലൊരു സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കുറയായിരിക്കും. കാറ്റഗറൈസ് ചെയ്യുന്നിരിക്കുകയാണ് പ്രാർത്ഥനയുടെ ശക്തി. ഓരോ പ്രാർത്ഥനയ്ക്ക് ഓരോ പ്രാർത്ഥന. അല്ല സാറേ, ഈ പ്രാസംഗികൻ പറയുന്നത് നിങ്ങളുടെ ശുശ്രൂഷകൻ അസുഖമായിട്ട് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് ആദ്യത്തെ ഒരു ടെസ്റ്റ് ഡോസാ. പ്രാർത്ഥിച്ച് നോക്ക്, സൗഖ്യമാകത്തില്ലെന്ന് പുള്ളിക്കൂടെ ആ പറച്ചിലിനകത്ത് വെളിവാകുന്നു. പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചിലവ് കൊടുക്കണം, ആ വിശ്വാസം കൊടുക്കണം. അത് പറയണ്ടല്ലോ, അത് കൊടുക്കുമല്ലോ. നമ്മൾ ആശുപത്രി ഇത് പരസ്യമായി പ്രസംഗിച്ച് വിശ്വാസികളെ മുഷിപ്പിച്ച് പാഷന്മാരെ ബുദ്ധിമുട്ടിച്ച് ഇത് എന്തിനെങ്കിലും ഇത് പറയുന്നത്, ഇത് അല്ലാതെ കൊടുക്കുമല്ലോ. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ സാമ്പത്തികം കുറഞ്ഞ ആളുകളാണെങ്കിൽ നിശ്ചയമായ കൈകൊണ്ട് കൊടുക്കാതെ ഇന്ന് വരെ നമ്മൾ ആരും പോയിട്ടുണ്ട് തിരിച്ച്. പ്രത്യേകിച്ച് ഒരു പാസ്റ്റർ അഡ്മിറ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഒരു സിസ്റ്റമായിട്ട് ആരെയും അടിച്ചേൽപ്പിക്കുന്നത്. അതൊരു പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആളെ സംസാരിച്ചേക്കുന്നത്. അതെ, അല്ലാതെ പേര് പറയുന്നതിന് കുഴപ്പമില്ല. അസംബ്ലി സൗണ്ട് സംസ്ഥാന മലയാളി സൂപ്രണ്ട് പാസ്റ്റർ പി ജയശാമറാണ് സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് നമുക്ക് വിയോജിപ്പുണ്ട്. അദ്ദേഹത്തോട് യാതൊരു ദേഷ്യമില്ല. ആശയപരമായിട്ട് ആര് പറയുന്നതിനെ കുറിച്ചും നമുക്ക് വിമർശിക്കാൻ അവകാശമുണ്ട്. നമ്മൾ പറഞ്ഞ അദ്ദേഹത്തിന് വിമർശിക്കാം. കർത്താവ് മാത്രമേ ചോദിച്ചുള്ളൂ, നിങ്ങൾക്ക് ആർക്ക് എന്നെ കുറിച്ച് എങ്ങനെ വാക്യം പൊതുജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? വിമർശനത്തിന് അതീതനായിട്ട് ഭൂമിയിൽ കർത്താവ് ഒഴിച്ച് വേറെ ആരുമില്ല. ആരുടെയും ആശയങ്ങളെ ഖണ്ഡിക്കാൻ അവസരം നമുക്കുണ്ട്. അതുകൊണ്ട് വ്യക്തിവിദ്വേഷമോ പേഴ്സണലായിട്ടുള്ള ഹർട്ട് ചെയ്യുന്ന അല്ല. അത് പറയുമ്പോൾ ഒരു കാര്യം പറയണം. കർത്താവ് ചോദിച്ചു ശിഷ്യന്മാരോട്, പൊതുജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പം ഒരാൾ പറഞ്ഞു ഏലിയാവാണ്, ഒരാൾ പറഞ്ഞു യെശയ്യാവാണ്, യെരമ്യാവാണ്, അങ്ങനെ പലത് പറഞ്ഞപ്പോൾ പിന്നെ കർത്താവ് ചോദിക്കുന്നത് നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? അപ്പം ശിഷ്യന്മാരുടെ ആലോചന ചോദിക്കുകയല്ലേ, നിങ്ങൾ എന്നെ കുറിച്ച് എന്താ അഭിപ്രായമാണ് പറയുന്നത്? അപ്പോഴാണെന്നുള്ള പത്രോസ് കയറി പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. എനിക്ക് കയറി പറയല്ല, എനിക്കൊന്ന് ടി എ ശമൽ സാറ് വളരെ നമുക്കിടയിലെ പരിണിതപ്രജനായ ഒരു ചിന്തകനും നല്ല വിധത്തിൽ തീർച്ചയായിട്ടും വേദപണ്ഡിതനാണ്. ഈ വെളിപ്പാട് ദാനിയിലൊക്കെ വളരെ നല്ല നിലയിൽ അദ്ദേഹത്തിന് ഈ പ്രസംഗത്തിലുണ്ടാകുന്ന ചിലൊരു ആവേശം, സാന്ദർഭികമായ ചില പ്രചോദനങ്ങളാണ് ഇങ്ങനെ പറയാൻ കാരണം. ഇതൊരു ഇൻ ക്യാമറ ടോക്കാണെങ്കിൽ ആരും ഒന്നും പറയില്ല, ശരിയല്ലേ? ഒരു അവരുടെ പാസ്റ്റർമാർ മാത്രം വയ്ക്കുന്നൊരു ടോക്കാണ്. ആ ടോക്കിനകത്ത് ഇതൊക്കെ വരാം, ഇങ്ങനെയൊക്കെ പറയാം. നമ്മുടെ കാര്യങ്ങളോടാണ്, ഇതാണ് വഴി, ഇതാണ് ചെയ്യേണ്ടത്. സാറ് പറഞ്ഞോളൂ, ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത്തരം ഒരു വേദിയിൽ നിന്ന് ഇത് പറയുമ്പോൾ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയ ഇത്രയും ചർച്ച ചെയ്ത് പറയേണ്ടി വരുന്നൊരു പശ്ചാത്തലം രൂപപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ സുവിശേഷകന്മാരുടെ കാര്യം, അവർക്ക് പൈസ കൊടുക്കുന്ന കാര്യവും അവരെ ചികിത്സിക്കുന്ന കാര്യവും അവർക്ക് ദശാംശം കൊടുക്കുന്ന കാര്യം, അവരെ ആശുപത്രി വിടുന്ന കാര്യം, ഇതല്ലാതെ ഇതിനപ്പുറത്തോട്ടൊരു മേഖലയിൽ വിശ്വാസികളില്ലേ? ഇവരുടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരില്ലേ? കൊറോണ കാലത്ത് നമ്മൾ അനുഭവിച്ച ദുരിതങ്ങൾ നമുക്ക് ഓർമ്മയില്ലേ? നമുക്കിതെല്ലാം ഇവരുടെ കാര്യം പറയാൻ ആരില്ല. അപ്പൊ ഇത് കൂട്ടുത്തരവാദിത്വമാണിത്. അല്ല, അദ്ദേഹം പാസ്റ്റർമാരോടാ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടായിരിക്കും പാസ്റ്റർമാരുടെ കാര്യം പറയുന്നത്. നിങ്ങളുടെ കഷ്ടപ്പെടുന്ന സഹോദരന്മാരെ നിങ്ങളെ കാശുണ്ട് സഹായിക്കണമെന്ന് പറയണമല്ലോ. അത് പറഞ്ഞില്ല. ഇനി ജസ്റ്റ് ഞാൻ പറയാം,
കൊറോണ കാലത്ത് പട്ടിണി കിടന്ന എന്ന് പറഞ്ഞാൽ കാശില്ലാതെ കഷ്ടപ്പെട്ട സഹോദരന്മാർക്ക് പൈസ അങ്ങോട്ട് കൊടുത്ത പാസ്റ്റേഴ്സിനെ എനിക്കറിയാം. തീർച്ചയായിട്ടും. കാരണം ഇവരുടെ സമ്പന്നതയിൽ ഇവർ ദശാംശം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എങ്ങനെയെന്ന് പറഞ്ഞു ധാരാളം കൊടുത്തിട്ടുണ്ട്. അവസാനം പല മാസ്റ്റേഴ്സ് എനിക്കറിയാം വിശ്വാസികൾക്കെല്ലാം പൈസ നിങ്ങളേക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കഷ്ടപ്പാട് കിട്ടുന്ന കൊടുത്ത മാസ്റ്റേഴ്സിനെ എനിക്കറിയാം. അപ്പൊ ഇതൊരു കൂട്ടുത്തരവാദിത്വമാണ്. എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ജോയിന്റ് ആയിട്ട് പോകേണ്ട ഒരു സഹോദര സ്നേഹത്തിന്റെ ഒരു മൂർത്തിഭാവമാണ് ഈ പെന്തിക്കോസ് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ കച്ചവടം കൊണ്ടിട്ടുണ്ട് വലിയ കാര്യമുണ്ട്. ഒന്നുമില്ല, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പുള്ളത്, ഒരു പാസ്റ്റർ ഒരു നല്ല ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ വിശ്വാസികൾക്ക്, എല്ലാ വിശ്വാസികളെയും കുറിച്ചല്ല എന്ന് പറയുന്നുണ്ട്, എടുത്തെടുത്ത് പറയുന്നുണ്ട്, കുറച്ച് വിശ്വാസികൾക്ക് അതിന് കുശുമ്പാണ്. ഒരു പാസ്റ്റർ ഒരു നല്ല ഷർട്ട് ഇട്ടാൽ, ഒരു മിനിറ്റ്, പാസ്റ്റർ ഒരു വീട് വെച്ചാൽ അതിന് കുശുമ്പാണ്, അതിനെക്കുറിച്ച് വിമർശിക്കുകയും കമന്റ് അടിക്കുകയും ചെയ്യാണ്. എന്തോ പാസ്റ്റർമാരെ വഴി കിടക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഏതെങ്കിലും വിശ്വാസി ആഗ്രഹിക്കുമോ ഞങ്ങളുടെ പാസ്റ്റർ വഴി കിടക്കണമെന്ന്? എന്നാൽ ഒരു പാസ്റ്റർക്ക് ആവശ്യത്തിനുള്ള ഒരു വീട് പണിയുന്നത് അത്യാവശ്യമാണ്, വെയിലും മഴയും ഒന്നും കൊള്ളാതെ കയറി പാർക്കാൻ. പക്ഷെ അത് കൊട്ടാരമായാലോ? വേണ്ട. വേണ്ട. അപ്പൊ ഇത് 8-10 കോടി അദ്ദേഹം ചെലവാക്കുന്നത് പാവപ്പെട്ട വിശ്വാസികളെ സുവിശേഷയ്ക്ക് വേണ്ടി കൊടുക്കുന്ന കാശിൽ നിന്നല്ലേ? അല്ല, അദ്ദേഹത്തിന്റെ കുടുംബസ്വത്ത് വിറ്റ് പുള്ളി എത്രയോ കോടിയുടെ പണിയിട്ട്. വിശ്വാസികള് സുവിശേഷ വേല എന്ന് പറഞ്ഞ് കൊടുക്കുന്ന കാശ് ഉപയോഗിച്ച് അത് ചെലവാക്കുന്നതിൽ പാസ്റ്റർമാർ വളരെ നിഷ്കർഷത പാലിക്കണം. എനിക്ക് 2 മുറിയുടെയോ 3 മുറിയുടെയോ ഒരു വീട് മതിയെങ്കിൽ ഞാൻ കൊട്ടാര സദൃശ്യമായ ഒരു വീട് വെക്കുന്നത് എന്തിനാ? അതിനെക്കുറിച്ച് പിന്നെ വിശ്വാസികൾ കമന്റ് അടിക്കത്തില്ലേ? അത് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? പാസ്റ്റേഴ്സിനെ കുറിച്ച് അവർക്ക് നല്ല വസ്ത്രം ധരിച്ചെന്നു, ഒരു വിധം കൊള്ളാവുന്ന ഒരു വീട് വെച്ചെന്നു, ഒരു വാഹനം മേടിച്ചു, സന്തോഷമുള്ളത്. നമ്മുടെ പാസ്റ്റർമാരെ ഞാൻ പറയട്ടെ, പുരോഹിതന്മാർ എത്ര വേഷമൊക്കെ ധരിച്ച് എത്ര അല്ലേ ഒരു പ്രത്യേക രീതിയിലുണ്ട്. അവരുടെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ പോലും പറ്റില്ല. അത്രമാത്രം ഗംഭീരമായിട്ടാണ് അവരുടെ യാത്രയും അവരുടെ സംസാര ഇടപെടലും ഒക്കെ. അച്ഛൻ്റെ അടുത്ത് പോയെന്ന് വർത്താനം പറയാൻ പറ്റും അവരുടെ വിശ്വാസികൾക്ക്. ഇപ്പൊ നമ്മുടെ മാസ്റ്റേഴ്സ് അതേപോലെ തന്നെ വളരെ മാന്യ വസ്ത്രം ധരിച്ച് ഘനഗാംഭീര്യമുള്ളവരായി സമൂഹത്തിനിടയിൽ വളരെ, ഒരു സഭയിലെ പാസ്റ്റർ ഏറ്റവും മാന്യമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അവിടുത്തെ വിശ്വാസികൾ താമസിക്കുന്നതിലും നന്നായിട്ട് പാസ്റ്റർ താമസിക്കണം. പക്ഷെ ആ പാസ്റ്റർ ശരിക്കുകയാണ്, എനിക്കിത് പോരാ, എനിക്കൊരു കൊട്ടാര സദൃശമായ വീട് വേണം എന്ന് അദ്ദേഹം തന്നെ അങ്ങ് തീരുമാനിച്ചാൽ അത് തെറ്റാണെന്നുള്ള അഭിപ്രായം, പാസ്റ്ററുടെ അഭിപ്രായം എന്താ അതിനകത്ത്? തെറ്റാണ്. ഏത് കാശാണെങ്കിലും ഇത് സുവിശേഷയ്ക്ക് വേലയ്ക്ക് വേണ്ടി കൊടുത്ത കാശാണല്ലോ. അതിന് അവരും കണക്ക് ബോധിപ്പിക്കണ്ടേ? തീർച്ചയായിട്ടും. എല്ലാത്തിനും വിശ്വാസികൾ ദശാംശം കൊടുക്കണമെങ്കിൽ പാസ്റ്റർമാർ ദശാംശം കൊടുക്കണ്ടേ? പിന്നെ പാസ്റ്റർമാരും കൊടുക്കണം. ദശാംശമല്ല, അല്ല, ഈ ടൈത്ത് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് ശരിക്കും നവീകരണം ഉണ്ടാകാനുള്ള ഒരു വലിയ പ്രശ്നം. മറ്റേ പാപമോചന ചീട്ടിന്റെ ഒരു ചരിത്രമുണ്ടല്ലോ. അതെ, ഇത് വൻതോതിൽ വിറ്റഴിക്കുന്ന കത്തോലിക്ക സഭയുടെ ഒരു നയത്തിനെതിരെയാണ് ഫ്രാൻസിലും ജർമ്മനിയിലും ഒക്കെ നവീകരണം പൊട്ടിപ്പുറപ്പെടുന്നത്. അതുണ്ടാക്കിയ ഇതെന്താണ് എന്ന് പറഞ്ഞ പോലെ തെറ്റായ വിധത്തിൽ ഈ ഷെയറിങ്ങിനെ തെറ്റായ വിധത്തിൽ, നന്മ ചെയ്യുന്നതിനെ തെറ്റായ വിധത്തിൽ വ്യാഖ്യാനിച്ചാൽ ഇത്തരം ചർച്ചകൾ രൂപപ്പെടുകയും അത് മറ്റൊരു നിലയിലേക്ക് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം ഉദ്യമങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ് ആളുകൾ ചെയ്യേണ്ടത്. ഈയിടയ്ക്ക് ഒരു ചാനലിൽ ഞാൻ കണ്ടു, റസൽ സാറ് ഇതിനെതിരായിട്ട് വളരെ ഒരു യൂട്യൂബ് ചാനലുകാരനും റസൽ സാറിൻ്റെ പേരെടുത്ത് പറയുന്നുണ്ട്, അതിന് രൂക്ഷമായിട്ട് പാസ്റ്റർ ടി ജെ സാമുവലിനെ വിമർശിച്ചായിട്ട്. അത് ശരിയാണോ? ഞാനത് കണ്ടില്ല അതുകൊണ്ട് ചോദിക്കാം. എന്റെ സ്നേഹിതനാണ് സാംകുട്ടി ചാക്കോ. ഞങ്ങളുടെ ഇടയിൽ ഉള്ള പത്രപ്രവർത്തകരുടെ ഇടയിൽ മികച്ച ഒരു പത്രാധിപര് തന്നെയാണ്. ഒട്ടും സാംകുട്ടി മോശം. അത് സാംകുട്ടി തെറ്റിദ്ധാരണ ചെയ്യുന്നതിന് ആവേശം കൊണ്ട് പറഞ്ഞു പോയതാണ്. കാരണം അത് പറയുന്ന ഇതാണ്, ടി ജെ ഷാ, എന്റെ സ്നേഹിതൻ കെ എം റസലും ടി ജെ ഷാമുവിനെ മോശമായ രീതിയിൽ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഞാനിട്ട ഒരു യൂട്യൂബ് വീഡിയോ എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം അറിയാതെ പറഞ്ഞു. ഞാൻ ടി ജെ ശാമുവൽ സാറിനെ കുറിച്ച് മോശമായിട്ടൊന്നും അങ്ങനെ പറയാൻ, ആശയപരമായ വൈരുദ്ധ്യമുണ്ട്. 2 വർഷങ്ങളിൽ അദ്ദേഹത്തോട് എനിക്ക് അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. പണ്ട് മുതലേ ഉള്ളതാണത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് വേണ്ടി ഇലക്ഷൻ വർക്ക് നടത്തി, ഗ്രൂപ്പ് യോഗം നടത്തി നടന്ന ഒരാളാണ് ഞാൻ പണ്ട്. അദ്ദേഹത്തെ ജയിപ്പിക്കാനുള്ള ശ്രമമൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കൂടെ നടന്നവർക്ക് എനിക്കറിയാം. 2, പത്രങ്ങളോട് ഒരിക്കലും സഹിഷ്ണുത കാണിച്ചിട്ടില്ല അദ്ദേഹം. ഇപ്പൊ അടുത്ത ആള് പത്രങ്ങളോട് വളരെ പ്രേമം. എന്നും പത്രങ്ങളോട് അസഹിഷ്ണുത കാണിച്ചിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ട പാസ്റ്റർ ടി ജെ ശാമുവൽ. ഗുഡ്നസിനെതിരൊക്കെ നിരന്തരം പ്രസംഗിച്ചിട്ടുണ്ട്.
ഞാൻ മിനിസ്റ്ററുടെ കാലത്ത്. അതിപ്പോ നമ്മൾ ചർച്ചയ്ക്ക് പോകണ്ട, കാരണം അല്ല. അത് മറ്റൊരു വിഷയമായിട്ട് പോകുന്നു. പക്ഷെ മോശമായി ഈ വിഷയത്തിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ദശാംശം പുതിയ നിയമ സഭയുടെ പ്രമാണം അല്ല, പെന്തിക്കോസ് അതല്ല. ഇതൊന്നും നിയമവും ഈ ദശാംശം ഇല്ലാതെ തന്നെ ദൈവമക്കൾ സുശേഷന്മാരെ സഹായിക്കുന്നുണ്ട്. നമ്മളെല്ലാം വളർന്നത് അങ്ങനെയാണ്. ക്രൈസ്തവ ചിന്ത പോലും നടത്തുന്നതിനകത്ത് ചില്ലിക്കാശികൾ ദൈവമക്കൾ തരുന്ന പൈസ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ഭാഷ, ഒരു കാര്യം കൂടെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ്, നമ്മൾ പഴയ നിയമത്തിന്റെ ഏതെങ്കിലും ഉപദേശങ്ങൾ സ്ഥാപിച്ച് ഇപ്പോഴും പുതിയ നിയമത്തിൽ അത് നടപ്പാക്കണമെന്ന് ശഠിക്കുന്നെങ്കിൽ, അങ്ങനെ പഠിപ്പിക്കുന്നെങ്കിൽ, പഴയ നിയമത്തിലെ ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് എടുക്കാം, ഏതെല്ലാം കാര്യങ്ങൾ എടുക്കണ്ട, അതൊന്ന് ക്ലിയർ ആക്കണം. ഈ മോറൽ ലോസ് ആൻഡ് റൂൾസ് കാലാതിവർത്തിയാണ്. റിച്വൽസ് ആൻഡ് പ്രാക്ടീസസ് സാന്ദർഭികമാണ്. ഓപ്ഷണലായിട്ട് മാത്രം കാണുന്നതാണ് ബാക്കി കാര്യങ്ങൾ. തികച്ചും വേണ്ടാത്തത് ഇങ്ങനെ കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇതിൽ ദശാംശം തികച്ചും വേണ്ടാത്തൊരു കാര്യമല്ല. അത് സഭയുടെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ ഡോക്ടറിനല്ല, ഡോക്ടറിൻ്റെ വാല്യൂ അതിനില്ല. അപ്പോൾ ഡോക്ടർ കുറേ കൂടി ഉയർന്നൊരു കാര്യമാണ് ഉപദേശം എന്ന് പറയുന്ന നിലയിലേക്ക്. അപ്പോൾ ഇത് നമ്മുടെ ചർച്ചും അതിൻ്റെ സാമ്പത്തിക വ്യവഹാരങ്ങളും ഭംഗിയായിട്ട് പോകാൻ ദശാംശമല്ല, അതിൽ കൂടുതൽ വേണമെന്ന് ചർച്ച തീരുമാനത്തിൽ അത്രേ ഉള്ളൂ. അതിൻ്റെ വിനിയോഗത്തിന് കൊണ്ട് ചില രീതികൾ മുമ്പ് പറഞ്ഞ പോലെ സാധുക്കളെ സന്ധിക്കണം, വിധവമാരെ സന്ധിക്കണം, കഷ്ടപ്പെടുന്നവരെ സന്ധിക്കണം, എല്ലാവരെയും വോളണ്ടറി വർക്ക് ചെയ്യുന്ന പാസ്റ്റേഴ്സിനെ സന്ധിക്കണം. ഇതിനെല്ലാം കൂടെ അല്ല, ഇതെല്ലാം ഭാഷമാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അല്ലല്ല. അദ്ദേഹം പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നിങ്ങൾ ഈ കാശ് കിട്ടുന്ന കാശെടുത്ത് ബാങ്കിലിട്ടേക്കാണ്. അപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ഞങ്ങളുടെ ഒരു ചർച്ച് ബാങ്കിൽ പൈസ കിടന്നത് കൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ അവിടെ മിറ്റത്തെല്ലാം ടൈൽസ് ഇടാനൊത്തു, മുകളിൽ ഡ്രസ് വർക്ക് ചെയ്യാനൊത്തു, എല്ലാം പെയിൻറ് ചെയ്യാനൊത്തു, കാർപ്പറ്റ് ഇടാനൊത്തു. അപ്പോൾ കിട്ടുന്നതെല്ലാം അന്നേരം തിന്ന് തീർക്കാന്നല്ലോ. നമുക്ക് ആവശ്യത്തിന് കൂട്ടി വെക്കണ്ടേ? കൊടുത്തിട്ടാ പാസ്റ്റർക്ക് പറഞ്ഞിരിക്കുന്ന തുക അതിലധികവും കൊടുത്തിട്ടാണ് ബാക്കി തരുന്ന ദിവസം ബാങ്കിലിട്ടെങ്കിൽ അതൊരു തെറ്റാണോ? ബാങ്കിലിട്ട് നമ്മൾ ഇച്ചിരി സേവ് ചെയ്ത് വന്നവരല്ല ഒരു കാര്യം നമുക്ക് നടത്താൻ. ബാങ്കിൽ ചർച്ചിന്റെ ഫണ്ട് ഇടുന്ന തെറ്റല്ല, സർക്കാരിന്റെ പണം നമ്മുടെയും കൂടെ ആണല്ലോ. അതെ, ട്രഷറിയിലെ എന്ന് പറഞ്ഞ പോലെ അത് മുഴുവൻ പേർക്കും അതിനകത്ത് ഭാഗമാണ്. അത് പക്ഷെ വ്യക്തിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഇല്ല. അപ്പൊ അത് തെറ്റല്ല. അതേ നിയമങ്ങളുണ്ട്. നമുക്ക് ഈ പൈസ ഒന്നും കൈവച്ചുകൊണ്ടിരിക്കാൻ നോക്കിയില്ല, ബാങ്കിലിട്ടേ പറ്റുള്ളൂ. അല്ല, അതിനെയും ഈ പാസ്റ്റർ ടി ജെ സാമുവൽ വിമർശിക്കുന്നു. അല്ല, അത് ആ ഇന്റൻഷനിലായിരിക്കില്ല ഒരു പക്ഷേ അദ്ദേഹം പറയുന്നത്. അല്ല, അത് ഓവറായിട്ടുള്ള പണം, വിനിയോഗിക്കേണ്ട പണം, അതെ, അതായിരിക്കും കൊടുക്കേണ്ട പണം, സുവിശേഷം അല്ലെങ്കിൽ ചെലവഴിക്കേണ്ട പണം ചെലവഴിക്കണം, സമ്പാദനത്തിന്റെ മാർഗമായിട്ട് ബാങ്കിൽ കൊണ്ടിട്ടെന്നുള്ള അർത്ഥത്തിലായിരിക്കും അദ്ദേഹം എന്തോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പ്രസംഗം കേട്ടപ്പോൾ നമുക്ക് ഇന്നത്തെ ചർച്ച തീർച്ചയായിട്ടും നല്ല ഇത് നമ്മളെ സംബന്ധിച്ചോളം ആധുനിക വ്യക്തിത്വങ്ങളുടെ ഏതെങ്കിലും വാക്കുകൾ കുറിച്ചുള്ള ഒരു പേഴ്സണൽ അറ്റാക്ക് അല്ല, ഒരിക്കലും അങ്ങനെ അല്ല. അദ്ദേഹം സാറിൻ്റെ അത്തരം ചില വാദങ്ങളിൽ നിഴലിച്ച ചില പ്രശ്നങ്ങൾ കാണാതിരിക്കാനും പറ്റില്ല. അതിലാ ബഹുമാനം അദ്ദേഹത്തോട് നിലനിർത്തിക്കൊണ്ട് ആ വാദങ്ങളിൽ വിയോജിപ്പുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പ്രകടമാക്കുന്നത്. താങ്ക് യു.